ഹായ്. ഇന്നലെ മലയാളത്തിൽ നിന്നും തിയേറ്റർ റിലീസായി എത്തിയ സംഭവം അധ്യായം 1 എന്ന് പറഞ്ഞ സിനിമ കണ്ടു. വളരെ നല്ലൊരു സിനിമ, ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ടൈം ട്രാവൽ അല്ലെങ്കിൽ ടൈം ലൂപ്പ് മിസ്റ്ററി വിഭാഗത്തിലൊക്കെ പെടുന്ന ചിത്രം. അസ്കർ അലിയാണ് സിനിമയിലെ നായകൻ. അസ്കർ അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ഈ സിനിമയിൽ. പൊതുവെ മലയാളത്തിൽ നിന്നും ടൈം ട്രാവൽ അല്ലെങ്കിൽ ടൈം ലൂപ്പ് സിനിമകളൊക്കെ വളരെ കുറവാണ്. എന്നാലും ഉള്ളതിൽ ഏറ്റവും മികച്ച സിനിമ എന്ന് തന്നെ നമുക്ക് ഈ സിനിമയെ പറയാം. നമ്മൾ സംഭവം എന്ന ഷോർട്ട് ഫിലിമിൽ കണ്ട അതേ സ്റ്റോറി തന്നെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കൃത്യമായിട്ട് ആ ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ച് ഡെവലപ്പ് ചെയ്ത് പറയുന്നത്. നമ്മൾ ഒന്ന് കണ്ട സ്റ്റോറി ആണെങ്കിലും ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒട്ടും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു എക്സൈറ്റ്മെന്റും ത്രില്ലും അതേപോലെ തന്നെയുണ്ട്. ഒരു ഹൈ മൊമെന്റിലാണ് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത്. ആ ഒരു ത്രില്ലില് ഇനി എന്തായിരിക്കും നടക്കുക എന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് തികച്ചും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് ആണ് ഡയറക്ടർ ആൻഡ് റൈറ്റർ ജിത്തു സതീഷിന് ഒരുക്കി വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ആ സ്റ്റോറിയുടെ പോക്കും മേക്കിങ്ങും ഒരു ലൂപ്പ് പരിപാടിയും ചില ഹൊറർ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കതൊക്കെ ഫുള്ളി വർക്കായി. ചുരുക്കി പറയുകയാണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയി പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സൗണ്ട് എഫക്ട്സ് ആണ്. ആ ഒരു സൗണ്ട് എഫക്ട്സും സൗണ്ട് മിക്സിംഗ് ഒക്കെ ആ സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അസ്കർ അലി, വിനീത് കുമാർ, അസീം ജമാൽ, അതേപോലെ തന്നെ സ്റ്റീഫൻ ജോർജ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരന്റെ ക്യാരക്ടർ അഭിനയിച്ച നടൻ എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എന്തുകൊണ്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രമാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ട എല്ലാ സിനിമയിലുണ്ട്. ഹൊറർ എലമെന്റ്സ്, ഹൈ മൂവ്മെന്റ്സ്, സൗണ്ട് എഫക്ട്സ് എന്തായാലും കണ്ടു നോക്കുക. ഒരു വെർത്ത് വാച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. കാണാത്തവർ എന്തായാലും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.